രണ്ടാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല. ജില്ലയിലെ 10,000-ഓളം കർഷകർക്കായി 350 കോടിയിലധികം രൂപയാണ് ലഭിക്കാനുള്ളത്. പണം ലഭിക്കാത്തത് ഒന്നാം വിള കൃഷി ഇറക്കുന്നതിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇനിയും പണം ലഭിച്ചില്ല എങ്കിൽ വരാനിരിക്കുന്ന ഓണക്കാലം പട്ടിണി സമരങ്ങളുടെ കാലമാകുമെന്ന് നെൽകർഷകർ പറയുന്നു. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്നാണ് പറയുന്നത്. പക്ഷേ നെൽകർഷകരുടെ കാര്യത്തിൽ പാടത്ത് കൊയ്തത് വരമ്പ് കയറി അത് കയറ്റിവിട്ട് മാസങ്ങളായിട്ടും അവർക്ക് അധ്വാനത്തിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. നെൽകർഷകരുടെ ദുരിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ കൊയ്തു കൊണ്ടുപോയതാണ് നെല്ല്. ഓഗസ്റ്റിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. പാലക്കാട് ജില്ലയിലാകെ 10,000-ലധികം കർഷകർക്ക് 350 കോടിയിലേറെ രൂപയാണ് ഈ നെല്ല് വിറ്റവകയിൽ കിട്ടാനുള്ളത്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് വന്നില്ല തുടങ്ങിയ ഒരുപാട് വിശദീകരണങ്ങളാണ് അധികൃതർ നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടിയിലെ ചെമ്മങ്കാട് പാടശേഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കർഷകർക്ക് പറയാനുള്ളത് ഈ ദുരിതത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഏപ്രിലിലെ നെല്ല് കൊയ്ത് കൊണ്ടുപോയി മാസങ്ങളായി, കടലാസ് മാത്രമാണ് കയ്യിലുള്ളത്, കാശ് കിട്ടിയിട്ടില്ല. അത് ഏപ്രിൽ കൊയ്ത് കൊണ്ടുപോയിട്ട് മാർച്ച് മാസം കൊയ്തിട്ട് മാർച്ച് മാസം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PRS കിട്ടുന്നത് ഏപ്രിൽ 22-ന് ശേഷം മാത്രമേ ഇതുള്ളൂ. ആ 1.5 മാസം തരില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ നെല്ലിൻ്റെ അളവ് കൂടി മറ്റേ 2,700 പോയി 200 പോയി 700 എന്ന് പറഞ്ഞിട്ട് അതൊരു തടസ്സം പറച്ചൽ, ചാക്കിൽ 1 കിലോ കൂടി പറഞ്ഞിട്ടൊരു തടസ്സം പറച്ചൽ, ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ എത്ര അടുത്ത പഞ്ച കൊയ്യാനായി, എൻ്റെ കണ്ടങ്ങളൊക്കെ പുട്ടിലും കതിരും ആയി. പക്ഷേ ഇതുവരെ മുമ്പ് കൊടുത്തതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല. ഒരേക്കർക്ക് ചുരുക്കം 35,000 രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ കാശ് എത്രയായി. ഇപ്പോൾ എങ്ങനെയാണ് ഓണക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്? എല്ലാ തവണയും കഷ്ടമാണ്, നല്ല കഷ്ടമാണ്. എനിക്കാണെങ്കിൽ ട്രാക്ടറുണ്ട്, ഇതിൻ്റെ ഡ്രൈവർമാർ, അങ്ങനെയുള്ള പിന്നെ പണിക്കാരുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ ട്രാക്ടറിൻ്റെ പൈസ ഇവരാരും പൂട്ടിയതിൻ്റെ പൈസ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ പാടശേഖരത്തിൽ ഒരാളും ഇങ്ങനെ തരാതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നാട്ടുകാരെ എല്ലാം അന്നമൂട്ടുന്ന കർഷകർക്ക് ഓണക്കാലത്ത് അന്നം ഉണ്ണാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? തീർച്ചയായും. കാരണം നാട്ടുകാരെ മുഴുവൻ ഓണസദ്യ ഉണ്ണാൻ സഹായിക്കുന്ന കർഷകന് ഓണക്കാലം വറുതിയുടെയും വേദനയുടെയും കാലം തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഈ സർക്കാർ അല്ല, നമ്മളിപ്പോൾ ഒരു സർക്കാരിന് മാത്രമല്ല, ഇതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 4-5 വർഷം മുമ്പ് വരെ ഇതൊരു കൃത്യമായി പോയിരുന്ന സംവിധാനമാണ്. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മേഖല ആകെ തകിടം മറിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഇപ്പോൾ 2022 വരെയൊക്കെ ഒരു തടസ്സവും കൂടാതെ പോയിരുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ആകെ അടിമുടി താളം തെറ്റി കിടക്കുകയാണ്. ഇപ്പം നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ്, കേന്ദ്രം കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് ചെയ്തില്ല. അതൊന്നും സത്യത്തിൽ കൃഷിക്കാരനെ അറിയേണ്ട വിഷയങ്ങളല്ല. അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. ഇനി എന്താ നിങ്ങൾ മുമ്പിലുള്ളത്? ഇനി മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ ചിങ്ങം 1-ാം തീയതി കരിദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന് പുറമെ നെല്ലിൻ്റെ പൈസ ഈ ഓണത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് വലിയ സമര പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ കൃഷി ഇറക്കുന്നതിനെ ബാധിച്ചില്ലേ ഇതൊക്കെ? ബാധിച്ചു, നന്നായി ബാധിച്ചു. ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് 9%, 10% ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് ഗോൾഡൊക്കെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ 3-4 മാസമായി പൈസ കിട്ടിയില്ല. അതിൻ്റെ ഒരു പൈസ പോലും പലിശയായിട്ട് കിട്ടില്ലല്ലോ. ഇത് മുഴുവൻ ഞങ്ങൾ കടത്തിൽ തന്നെയാണ് നടക്കുന്നത്. പ്രതീക്ഷിച്ചു, പക്ഷേ ഓണത്തിന് മുന്നേ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത്ര കാലം കിട്ടിയിട്ടുമില്ല. 4-5 മാസമായി നെല്ലളന്നിട്ട് കൃഷിക്കാരെല്ലാം പണയത്തിലാണ്. അത് 350 കോടി അനുവദിക്കാനുള്ളൂ. പക്ഷെ അത് ഗവൺമെന്റ് പീസ് ആയിട്ട് ഇങ്ങനെ തന്നെ ആർക്കും കിട്ടാത്ത ട്രാക്ടറൊക്കെ ഒരു പാടങ്ങളുണ്ട്. ഇത് സത്യത്തിൽ ഇപ്പോൾ ഒരു 90% പണി പൂർത്തിയായതാണ്. ഇനിയിപ്പോൾ അത് കൊയ്യിൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ ചാഴിക്കൊരു മരുന്നടിക്കലും കൊയ്ത്തും അത്രേ അതിനകത്ത് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണിയും പൂർത്തിയാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കാനുള്ള സംഖ്യയുടെ 90%. കാരണം സത്യത്തിൽ പിന്നെ കൃഷി വകുപ്പ് നമ്മൾ കണക്ക് പറഞ്ഞ യഥാർത്ഥത്തിൽ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചാണകവും ആട്ടും കാഷ്ടവും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഏക്കറിന് ഒരു 50,000-ന് മുകളിൽ ചിലവ് നമുക്ക് വരുന്നുണ്ട്. കാലവർഷം അല്ലെങ്കിൽ കാലാവസ്ഥ പഴച്ചു കഴിഞ്ഞാൽ ചെലവാക്കിയ പൈസ പോലും പലപ്പോഴും കിട്ടാറില്ല. അതിൻ്റെ ഇൻഷുറൻസ് പൈസ തരുന്നില്ല, ഉൽപാദന ബോണസ്, ഉഴവ് കൂലി, ഒന്നുമില്ല. വേണ്ട, അരിയുടെ വില കിട്ടിയാൽ അല്ല, ഞങ്ങളുടെ അരി ഇപ്പൊ കർണാടകയ്ക്കാണ് ഈ സാധനം കയറ്റിക്കൊണ്ട് പോണത്. ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടു തമിഴ്നാട്ടിലേക്കല്ല, ഇത് യഥാർത്ഥത്തിൽ പോണത് കർണാടകയിലേക്കാണ്. അവിടെ അത് 30 രൂപ. എന്നിട്ട് അവർ ബ്രാൻഡ് ചെയ്ത് ഈ സാധനം വിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കും. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, VD സതീശൻ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നൊരു ഉറപ്പ് തന്നിരുന്നു. തന്നു.
എനിക്ക് തന്നതാണ്. എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ ലെറ്റർ ഉണ്ട്, ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. എനിക്ക് തന്നതാണ് അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് പണ്ടത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ആ ലെറ്റർ വന്നതാണ്. ഞാനത് എടുത്തിട്ടില്ല, അത് സാധനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളിതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അത് എന്താണ് സഹകരണ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. മാറ്റിയാൽ ഞങ്ങൾക്ക് പണം കിട്ടണ്ടേ? എല്ലാവർക്കും പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ. എന്താണെങ്കിലും സമരത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും മോശം. അവർ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. കക്കണ ആൾക്കാർ ഇപ്പോഴും കട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് പേര് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. എനിക്ക് നന്നായി വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണ് ഇത് ചെയ്യുന്നത്. സമരത്തിലേക്ക് പോകേണ്ടി വരുമോ? ഉറപ്പായിട്ട് പോകേണ്ടി വരും. എന്താണെങ്കിലും കർഷകർക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. ഓണക്കാലമായിട്ടും പണം ലഭിച്ചിട്ടില്ല. ഓണക്കാലം സമരക്കാലമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഈ സർക്കാരും അവരുടെ പ്രതീക്ഷ നിറവേറ്റിയില്ല. ഇപ്പോഴും കടബാധ്യതയിൽ തന്നെ കർഷകൻ തുടരുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഓണക്കാലം സമരക്കാലമാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കനിവുണ്ടാകണമെന്നാണ് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പാലക്കാട് കർഷകരുടെ ദുരിതത്തിൽ അടിയന്തര നടപടിയുമായി സർക്കാർ. രണ്ടാം വിള സംഭരണം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം നൽകിയില്ലെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ടത്. ഇന്ന് തന്നെ 104 കോടി രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ ഉൾപ്പെടെയുള്ള കർഷകരുടെ ദുരിതം ഇന്ന് രാവിലെയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇനി 104 കോടി രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നെല്ല് സംഭരണ ഇനത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് ചുമതല ഏൽക്കുമ്പോൾ 713 കോടി രൂപയായിരുന്നു കർഷകർക്ക് ലഭ്യമാക്കാനുണ്ടായിരുന്നത്, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് സംഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഏതാണ്ട് 367 കോടി രൂപയാണ് ലഭ്യമാക്കാനുള്ളത്. അതായത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന 713 കോടി രൂപയും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് ഈ സംഭരണവും നടക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം സംഭരിച്ച തുകയാണ് കൊടുക്കാനുള്ളത്. അതിൽ 367 കോടി രൂപ ലഭ്യമാക്കാനുള്ളതിൽ 104 കോടി രൂപയുടെ വിതരണം ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ബാക്കി തുക വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വേഗതയിൽ ഇത് കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് വന്ന സമയത്താണ് ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായിരുന്നു. ആ പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായ സമയത്തുണ്ടായ കുടിശ്ശികയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വിതരണവും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പൂർണ്ണമായ ആ വിഷയം സെറ്റിൽ ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ഇടപെട്ട് ലോൺ എമൗണ്ട് എൻഹാൻസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തു. പാക്സുകൾ ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ അതിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തി, തുക വിതരണം ചെയ്യുന്ന ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുകയും അടിയന്തരമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് മുറയ്ക്ക് തന്നെ അടുത്ത ഭാഗവും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.